പെട്രോൾ പമ്പിലെ ശുചിമുറി തുറക്കാത്തതിനെ പോലീസിനെ വിളിക്കാമോ? അങ്ങനത്തെ ഒരു വിളിയിൽ പയ്യോളി പോലീസ് എത്തി ബലമായി ശുചിമുറി തുറന്നുകൊടുത്ത അനുഭവമാണ് പത്തനംതിട്ട ഏഴംകുളം സ്വദേശിനി അധ്യാപിക CL ജയകുമാരിക്കുള്ളത്. 10 മാസത്തിനിപ്പുറം പെട്രോൾ പമ്പിന് 1,65,000 രൂപ പിഴയും കിട്ടി. പത്തനംതിട്ട ഏഴംകുളം സ്വദേശിനി CL ജയകുമാരിയുടെ പരാതിയിലാണ് കോഴിക്കോട് പയ്യോളിയിലെ പെട്രോൾ പമ്പ് ഉടമ ഫാത്തിമ ഹന്ന പിഴയടക്കേണ്ടത്. പത്തനംതിട്ട ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റേതാണ് വിധി. പമ്പുകാരുടെ അഹങ്കാരത്തിന്റെ ചരിത്രം. 2024 മെയ് 8-ന് കാസർഗോഡ് നിന്ന് പത്തനംതിട്ടയ്ക്ക് വരും വഴിയാണ് പയ്യോളിയിലെ ഫാത്തിമ ഹന്നയുടെ പമ്പിൽ പെട്രോൾ അടിക്കാൻ കയറിയത്. പെട്രോൾ അടിച്ചു കഴിഞ്ഞ് ശുചിമുറിയിൽ ചെന്നപ്പോൾ പൂട്ടിയിട്ടിരിക്കുന്നു. താക്കോൽ ആവശ്യപ്പെട്ടതോടെ പുരുഷ ജീവനക്കാരൻ മോശമായി പെരുമാറി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. താക്കോൽ മാനേജറുടെ കയ്യിലാണെന്നും അദ്ദേഹം വീട്ടിൽ പോയി എന്നുമായിരുന്നു വിശദീകരണം. ജയകുമാരി പയ്യോളി പോലീസിനെ വിളിച്ചു വരുത്തി. പോലീസ് ശുചിമുറി ബലമായി തുറന്നുകൊടുത്തു. ഉപയോഗശൂന്യമെന്നായിരുന്നു ജീവനക്കാർ പറഞ്ഞതെങ്കിലും പോലീസ് തുറന്നപ്പോൾ കണ്ടത് ഒരു തകരാറുമില്ലാത്ത ശുചിമുറിയായിരുന്നു. AMH ഗ്രൂപ്പ് എന്തായാലും ജയകുമാരി പരാതി നൽകി. കമ്മീഷൻ 2 കൂട്ടരെയും വിളിച്ച് വിസ്തരിച്ചു. പമ്പ് ചട്ടം പറയുന്ന സൗകര്യങ്ങൾ ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ബോധ്യപ്പെട്ടു. രാത്രി ഒരു സ്ത്രീക്കുണ്ടായ മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ വിലയിരുത്തിയാണ് പിഴയിട്ടത്. 1,50,000 രൂപ പിഴയും 15,000 കോടതി ചെലവും ചേർത്ത് 1,65,000 രൂപ അടയ്ക്കണം. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.